പ്രധാന പോംവഴി. അതിനാലാണ് ടാങ്കറുകൾ ലഭ്യം. നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2022 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒരു കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മലപ്പുറത്ത് ഉള്ളവരെ കുറിച്ചാണ് കേട്ടോ. മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ നൊയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പച്ചവെള്ളം പോലും ആർക്കും കുടിക്കാൻ കിട്ടില്ല എന്നാണ് നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്നത്. ആ ഒരു വാദഗതി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ജില്ലയാണ്. കാര്യം എൻ്റെ അച്ഛൻ്റെ അനിയനും ഫാമിലിയൊക്കെ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. അപ്പം ഈ ഒരു കോൺട്രവേഴ്സി, ഇങ്ങനെ പ്രശ്നം വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തമാശയ്ക്കൊന്ന് ചോദിച്ചായിരുന്നു. അപ്പം ആ ടൈമിൽ അവരിങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നുള്ള രീതിയിലാണ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ, ഇവിടെ എല്ലാ ജില്ലകളിലും ഉള്ളതുപോലെ തന്നെയല്ലേ മലപ്പുറത്തും നൊയമ്പ് എന്നുള്ളത്. പക്ഷേ മുസ്ലിംസ് കമ്മ്യൂണിറ്റി കൂടുതലുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കടകമ്പോളങ്ങൾ ഏറ്റവും കൂടുതൽ അവർ കച്ചവടമാണ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത്. അപ്പം അവർ ആ ടൈമിൽ കുറച്ച് ഡൗൺ ആവാറുണ്ട്. അതായത് ഈ നൊയമ്പ് ടൈമിൽ അവർക്ക് കച്ചവടം വളരെ കുറവായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ അവർ കടകൾ പകൽ മിക്ക സമയങ്ങളിലും അടച്ചിടാറുണ്ട്. എന്ന് വെച്ച് ആ ഒരു ജില്ലയിൽ വെള്ളം കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശകരമായ ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും നമുക്ക് കെ സുരേന്ദ്രൻ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വരാം. നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം, എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണ്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയും, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കെ സുരേന്ദ്രൻ പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അറിയില്ല. കാരണം അവർക്ക് അവിടെ ഒരു ബാങ്ക് തുറക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അല്ലേ. ഇപ്പം മലപ്പുറത്തൊരു മുസ്ലിം കമ്മ്യൂണിറ്റി മേഖലയാണ് കൂടുതൽ എന്ന് വെച്ച് അവിടെ മറ്റ് മത ആൾക്കാരില്ല എന്നുള്ളതാണോ? അല്ല. ഇപ്പം ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയനും ഫാമിലി എല്ലാം അവിടെയാണ് താമസിക്കുന്നത്, വർഷങ്ങളുണ്ട്. അവരുടെ മക്കളെല്ലാം അവിടെ തന്നെയാണ് മാരേജ് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ എന്താ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ എന്നാണോ കെ സുരേന്ദ്രൻ പറഞ്ഞു വരുന്നത്? എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് അവിടെ. ഒരു വിഭാഗം ആളുകൾ കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വർഗീയത പറഞ്ഞു പരത്തി എന്താണ് ഇദ്ദേഹത്തിന് ലഭിക്കുക എന്നറിയില്ല. ചുമ്മാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. മലപ്പുറം ജില്ലയെക്കുറിച്ച്, അതായത് കെ സുരേന്ദ്രൻ്റെ ഈ ഒരു ഇത് കേട്ടതിന് ശേഷം അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. ബീമ്പൂർ സ്കൂളിൽ കഴിഞ്ഞ മാസം ഏതെങ്കിലും അധ്യാപകർ ചോദിക്കാൻ പറയും, ചോറ് കിട്ടാതിരുന്നിട്ടുണ്ട് പിള്ളേർക്ക്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും തിരിച്ചാൽ പറയുന്നത്. എവിടെയെങ്കിലും വിഷമുള്ള വാക്ക് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പോകത്തുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതുകൊണ്ട് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. എനിക്ക് മലപ്പുറത്തെക്കുറിച്ച് പറയാനുള്ളത്, വളരെ നിഷ്കളങ്കരായ ആൾക്കാർ താമസിക്കുന്ന വളരെ സൗഹൃദത്തോടു കൂടി താമസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. കാര്യം ഏറ്റവും സ്നേഹമുള്ളത് നിഷ്കളങ്കമായിട്ടുള്ള ആളുകളാണ് മലപ്പുറത്തുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിൻ്റെ മോളുടെ കല്യാണത്തിലൊക്കെ പോയ സമയത്ത് നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി സഹകരണമാണ് കേട്ടോ. ഒരു മാരേജൊക്കെ വരുമ്പോഴത്തേക്കിന് അവിടെയുള്ളവർ ആ ഒരു വീട്ടിൽ പുലർത്തുന്ന ഭയങ്കര അടുപ്പം, ഒരു വീട്ടിനെ പോലെയാണ്. ഈ ഒരു കല്യാണം നടക്കുന്ന വീട് അവരുടെ സ്വന്തം വീട് പോലെയാണ് അവിടെ ഉള്ളവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എക്സാമിനൊക്കെ സമയത്തൊക്കെ നമ്മൾ PSC എക്സാമിനൊക്കെ ഒരുപാട് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അപ്പം നമ്മൾ പല ടൈമിലും പോയിട്ടുണ്ട്. നല്ല സഹകരണമുള്ള ആളുകളാണ്, നല്ല മനുഷ്യപ്പറ്റുള്ള ഒരു വിഭാഗം ആളുകളുള്ള സ്ഥലമാണ് ഈ മലപ്പുറം. ഇതിനെയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നതെന്ന് അറിയില്ല.
എന്തായാലും ഇദ്ദേഹം എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ശബരിമലയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെയുള്ളവരെല്ലാം വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കണം എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ളത്. ക്ഷേത്രത്തിൽ പോകുന്നവർ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കേണ്ടതെന്നുള്ളത് എന്തായാലും നോയമ്പൊക്കെ എടുത്ത് പോകുന്നത്, വ്രതമൊക്കെ എടുത്ത് പോകുന്നവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ശബരിമലയുടെ ചുറ്റുവട്ടത്തുള്ള കടകളിൽ ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചിക്കനും മട്ടനോ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയാണ്. ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. കാര്യം കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ശബരിമലയിൽ പോകുന്നത് കൊണ്ട് അവിടെ എങ്ങും നോൺ വെജ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ ചുറ്റുവട്ടത്തും നോൺ വെജ് പാടില്ല എന്നുള്ളത് ആ ഭാഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട അല്ല. അതും ഇതുമായിട്ട് കൂട്ടിക്കഴിക്കേണ്ട കാര്യമേ ഇല്ല. ഏത് ജില്ലയിലായാലും ഇപ്പം നമ്മുടെ ഇവിടെ കൊല്ലം ജില്ലയിൽ തന്നെ ആയാലും മോളുടെയൊക്കെ ഡാൻസ് സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ നോയമ്പ് സമയങ്ങളിലൊന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുറക്കില്ല കേട്ടോ. വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ. അവർ മുസ്ലിംസാണ്. അവർ നോയമ്പ് പിടിക്കുന്ന സമയത്ത് അവർ തുറക്കില്ല. കാര്യം അവർക്ക് ആ ടൈമിൽ ഈ പറയുന്ന പോലെ ഈ ചൂടും വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തോ അവരത് ചെയ്യില്ല. അവർ വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും തുറക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഫുഡുകളാണ് അവിടെ കൊടുക്കുന്നത്. അത് മലപ്പുറം ജില്ലയെന്നില്ല, ഏത് ജില്ലയിലും അങ്ങനെയാണ്. കാര്യം ആ സമയത്ത് കച്ചവടം കുറവാണ്. ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവർ വളരെ കുറവായതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഏത് ജില്ലയിലും അങ്ങനെ തന്നെ ആയിരിക്കും. കച്ചവട കടകൾ വളരെ കുറവായിരിക്കും. കാര്യം ഈ നോയമ്പ് സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ജ്യൂസ് സാധനങ്ങളൊക്കെ വളരെ എനിക്കൊന്ന് കടകളിലൊക്കെ കുറവായിരിക്കും ആ ടൈമിലൊക്കെ. അത് മലപ്പുറം ജില്ലയിൽ നിന്നില്ല, ഏതൊരു ജില്ലയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു മതവർഗീയതയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആളുകളെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ കെ സുരേന്ദ്രനുള്ളൂ. പക്ഷേ ഇതിലൊന്നും വീഴുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് അദ്ദേഹം എന്നാണോ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് വായിന്ന് ഫുൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുത്തുള്ളൂ കേട്ടോ. അറിയാലോ, കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതിന് കൂടാതെ ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം മുമ്പേ നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ഒരു BJP പ്രവർത്തകൻ്റെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഇതിനൊക്കെ എന്താ ഇവർ പ്രവർത്തിക്കാത്തത്? എതിരെ പ്രവർത്തിച്ച് ആ ഒരു ഇതിനെ എന്ത് ചെയ്തു? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? അങ്ങനെയുള്ള ന്യൂസുകളൊന്നും പുറത്തു വരുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള വർഗീയ വിഷങ്ങൾ തുപ്പാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ കഴിയുള്ളൂ കേട്ടോ. എന്തായിരുന്നാലും മലപ്പുറം ജില്ലയിലുള്ളവർക്കോ മറ്റുള്ള ജില്ലക്കാർക്കോ ഇതൊരു പ്രശ്നമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടപ്പാക്കില്ല, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.